മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി കരാർ നീട്ടി നൽകുന്നതിൽ വൈദ്യുത വകുപ്പും വ്യവസായ വകുപ്പും തമ്മിൽ തർക്കം. കാർബറണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് കരാർ നീട്ടി നൽകണമെന്ന് വ്യവസായ വകുപ്പ് ഇന്നലെ നടന്ന ചർച്ചയിൽ ആവശ്യം ഉന്നയിച്ചു. കെഎസ്ഇബിക്ക് പദ്ധതി കൈമാറണമെന്നതാണ് വൈദ്യുതി വകുപ്പിന്റെ ആവശ്യം. കരാർ ലംഘനം അഴിമതിക്ക് വേണ്ടിയാണെന്നും സർക്കാർ കള്ളക്കളി നടത്തുകയാണെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. 12 മെഗാവാട്ട് മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ 1991 കാർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് കമ്പനിയുമായി അന്നത്തെ നായനാർ സർക്കാർ BOT കരാർ ഒപ്പിട്ടത്. 94 മുതൽ വൈദ്യുതി ലഭിച്ചു തുടങ്ങി. പ്രതിവർഷം 18 കോടിയുടെ വൈദ്യുതിയാണ് കെഎസ്ഇബിക്ക് സൗജന്യമായി ലഭിച്ചിരുന്നത്. 30 വർഷം കഴിയുമ്പോൾ പദ്ധതി സർക്കാരിന് കൈമാറണം. അതാണ് ഈ ഡിസംബറിൽ നടക്കേണ്ടിയിരുന്നത്. 2 തവണ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്ന് കാണിച്ച് കെഎസ്ഇബി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി പദ്ധതി കാർബറണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് തന്നെ നൽകണമെന്ന് വ്യവസായ വകുപ്പ് ആവശ്യപ്പെട്ടു. കരാർ നീട്ടാനുള്ള നീക്കം അഴിമതിക്കെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഒരു സ്വകാര്യ വൈദ്യുതി ഉൽപാദന കമ്പനിക്ക് കഴിഞ്ഞ 30 വർഷം ഒരു യൂണിറ്റിന് 50 പൈസക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ കൊടുത്തതാണ്. ഇനിയും അവർക്ക് 25 വർഷം കൂടെ കൊടുക്കുന്നതിനെ പറ്റിയാണ് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ആലോചിക്കുന്നത്. അത് ശരിയല്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യം അടിയന്തരമായി ഇലക്ട്രിസിറ്റി ബോർഡിന് മണിയാർ ജലവൈദ്യുത പദ്ധതി ഏറ്റെടുക്കാനുള്ള അനുവാദം കൊടുക്കണം. 2018-ലെയും 19-ലെയും പ്രളയ സമയത്ത് പദ്ധതിയിൽ കാര്യമായ നിക്ഷേപം നടത്തേണ്ടി വന്നെന്ന വാദം കാർബറണ്ടം കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനാൽ കരാർ നീട്ടണമെന്നതാണ് അവരുടെ ആവശ്യം. എന്നാൽ ഇത് സംബന്ധിച്ച രേഖയൊന്നും കെഎസ്ഇബിക്ക് കമ്പനി കൈമാറിയിട്ടില്ല. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് വൈദ്യുതി വകുപ്പിന്റെ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.